തന്ത്രിയുടെ അവസ്ഥ വളരെ ദയനീയമെന്നാണ് പലരും പറയുന്നത്. അതായത് തന്ത്രി ഇരുട്ട് മുറിയിലാണ് അത്ര കിടക്കുന്നത്, ഉറക്കമില്ല. അയ്യപ്പനെ ഞാൻ കട്ടില്ല കട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നത്. അതിനിടയ്ക്ക് ഇന്ന് നിയമസഭയിൽ കെ ബാബു അടക്കം ദേവസ്വം മന്ത്രിയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും ഒക്കെ നിൽക്കുന്ന ഫോട്ടോകൾ ഉയർത്തി കാണിക്കുന്നു. തന്ത്രിയെ പ്രതികാര നടപടിയായി CPM വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ തന്ത്രിയോടില്ലാത്ത സ്നേഹമൊക്കെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രതിപക്ഷത്തിനുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായി പറയുന്നുണ്ട്. ഇപ്പോൾ കോൾനാടന സംഘവും ഒക്കെ ഇതിനെ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ശബരിമലയിൽ ഭരണപക്ഷത്തിന്റെ കൊള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ പെട്ടെന്ന് തന്ത്രിയോട് ഇത്ര സ്നേഹം പലർക്കും തോന്നാനുള്ള കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ? ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന സമയത്തല്ലേ തന്ത്രി കുറ്റക്കാരനാണെന്ന് പറയുന്ന സമയത്തൊന്നും നമ്മൾ ഈ പറയുന്ന UDF നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ സ്നേഹം കണ്ടിരുന്നില്ല. ഇടയ്ക്ക് കണ്ടത് BJP-കാർ, അത് പിറ്റേ ദിവസം അവർ പിൻവലിക്കുകയും ചെയ്തു. അതെ, പിന്നീട് പറഞ്ഞു തന്ത്രി അതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷ അനുഭവിക്കട്ടെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ അനുജ്ഞ അനുസരിച്ച് മാത്രമാണ് തന്ത്രി പ്രവർത്തിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ തന്ത്രി ഇടപെടില്ല എന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ തന്നെ അന്തിമ വാക്ക് തന്ത്രിയുടെ കൂടെയാണ്. തന്ത്രി പറയാതെ അവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ തന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പത്മകുമാർ ദൈവതുല്യനായ ഒരാൾ, അയാൾക്ക് ഇതിൽ പങ്കുണ്ടാകാം, അല്ലെ അദ്ദേഹത്തിനോട് ഇത് അറിയാമെന്നുള്ള രീതിയിൽ അന്നു മുതൽ ഇത് ആരാണെന്ന് സംശയം വന്നു. അപ്പോൾ വളരെ പെട്ടെന്നാണ് തന്ത്രിയിലേക്ക് അറസ്റ്റ് എത്തുന്നത്. അങ്ങനെ കണ്ഠരര് രാജീവര് ഈ വാഹനം കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതാണ് 41ാമത്തെ ദിവസം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കണമെങ്കിൽ 90 ദിവസം കഴിയണമായിരുന്നു. പക്ഷേ തന്ത്രിക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഈ ജാമ്യം പെട്ടെന്ന് കിട്ടിയെന്ന് പറയുന്നു. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ തന്ത്രി ഇടപെട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം എങ്ങനെ കുറ്റക്കാരനാകുമെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉള്ളത്, ഈ തന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടും ദേവസ്വം മന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിയും ഒക്കെ ആയിട്ടും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പൊറ്റി അവിടെ കൊണ്ടുവന്നത് തന്ത്രിയാണെന്നും പറയപ്പെടുന്നു. തന്ത്രിയുമായിട്ട് എത്രയോ ഉള്ള കാലത്തെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജയറാമിൻ്റെ മൊഴിയിൽ പോലും, ജയറാമിനെ സാക്ഷിയാക്കാനായിട്ട് പോവുകയാണ്, അതേ ജയറാമിൻ്റെ മൊഴിയിൽ പോലും തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പൊറ്റി അങ്ങനെ അറിയാമെന്ന് പറയുന്നത്. അപ്പോഴൊക്കെ തന്നെ തന്ത്രി എന്ന പേര് വന്നു. ഇനി മറ്റൊരു ഘട്ടം വന്നത് എന്താ, തന്ത്രി ഏതാണ്ട് 2-2.5 കോടി രൂപ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചു. അതേ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി MP, പത്തനംതിട്ടയിലെ MP, അദ്ദേഹം പണം പിൻവലിച്ചു. ഈ പണം പിൻവലിച്ചത് നിക്ഷേപിക്കാത്ത പണമാണെന്ന് പറയുന്നു. പിന്നെ ആന്റോ ആന്റണി MP പറയുന്നു അത് ഇലക്ഷന് വേണ്ടി കൊടുത്ത പണമാണെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഈ പറയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ഇദ്ദേഹം പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനായിട്ടില്ലല്ലോ. അപ്പോഴും സംശയത്തിന് ആനുകൂല്യമുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം തിരഞ്ഞെടുത്തെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നത്, അതായത് ഞങ്ങളാണ് ശബരിമലയുടെ കൂടെ നിൽക്കുന്നത്, ഞങ്ങളാണ് ഹൈന്ദവ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് എവിടെ നിന്നോ കോൺഗ്രസ് പാഴ്ശ്രമം നടത്തുന്നു. ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തത് തെറ്റായിപ്പോയി, തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയെന്നൊക്കെ പറയുന്നു. ഈ തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ പറയുന്നു തന്നെ കുടുക്കിയതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, തനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായി, താൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് താൻ ചില കാര്യങ്ങൾ പറഞ്ഞു, താൻ നിലപാടെടുത്തു, അതുകൊണ്ട് തനിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത, സർക്കാർ ഗൂഢാലോചന നടത്തിയിട്ടില്ല, എന്നെ കുടുക്കിയില്ല, അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി തന്നെ കുടുക്കി. ചുരുക്കം പറഞ്ഞാൽ തന്ത്രി കിടന്ന് അങ്ങ് ഉരുണ്ട് കളിക്കുകയല്ലേ. തീർച്ചയായിട്ടും സിരിജി പറഞ്ഞത് വളരെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്നലെ എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിന്റെ ചർച്ചയിലാണെന്ന് തോന്നുന്നു, അല്ല ഏഷ്യനെറ്റിന്റെ ചർച്ചയിലല്ല, റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ മാധുവാണ് ആ ചർച്ച നയിച്ചത്. അപ്പൊ ആ ചർച്ചയിൽ മഹേഷ് പണിക്കർ പറയുന്ന ഒരു വാചകമുണ്ട്. ഞാൻ കൃത്യമായി ശ്രദ്ധിക്കാനുള്ള കാരണം, ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ട് പോകുന്നതിന് മുൻപ് അനുജ്ഞ നൽകണം. അനുജ്ഞ നൽകിയില്ലെങ്കിൽ അവിടുത്തെ മഹസറിൽ ഒപ്പിടണം. തന്ത്രി ഒപ്പിട്ടിരുന്നു എങ്കിൽ ആർക്കും ഈ സംശയം തോന്നില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയെ കബളിപ്പിച്ച് ചിലപ്പോൾ ഒപ്പിട്ടിരിക്കാം, കള്ളങ്ങൾ എന്തെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരെങ്കിലും തന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ ഒപ്പിട്ടിരിക്കാം. ഇത് ബോധപൂർവം തന്ത്രി ഇതിൽ ഒപ്പിട്ടിട്ടില്ല. കാരണം നാളെ ഒരു പ്രശ്നം വന്നാൽ താനും കൂടി ഇതിലാകരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം തന്ത്രി ഒപ്പിടാത്തത്. മാത്രമല്ല തന്ത്രിയുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങളോ പാളികളോ എടുത്തോണ്ട് പോകാൻ കഴിയില്ല. ശബരിമലയെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലാണ് തന്ത്രിക്ക് ഇടപെടാൻ കഴിയാത്തത്. പക്ഷേ അയ്യപ്പന്റെ കാര്യത്തിൽ ഇടപെടുന്ന ആള് തന്ത്രിയാണ്.
ഇപ്പോഴത്തെ ഈ ഒരു എല്ലാവരും തന്ത്രി ഇങ്ങനെ നല്ല വിശുദ്ധനാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് VD സതീശന് ഒരു വിശുദ്ധ പട്ടം കൊടുത്തതുപോലെ തന്ത്രിക്കും എല്ലാവരും കൂടെ ചേർന്ന് ഒരു വിശുദ്ധ പട്ടം കൊടുക്കണം. ഇപ്പോഴത്തെ പ്രശ്നം ശബരിമലയിൽ ഇങ്ങനെ ഒരു തന്ത്രി കയറണ്ട എന്നൊരു തീരുമാനം ഈ തന്ത്രി പിന്നെ ജയിലിൽ കയറിയപ്പോ തന്നെ ചില ഭാഗത്ത് നിന്നൊക്കെ വന്നിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം വന്നാൽ തന്ത്രി ശബരിമലയിലേക്ക് കയറേണ്ട, ഈ കേസിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു നിന്നാൽ തന്ത്രി രാജീവന് കണ്ടര് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ മാറി നിന്നാൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും നഷ്ടമാണ് തന്ത്രിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം ശബരിമലയിൽ നിന്ന് ശബരിമലയിലെ ദ്വാരപാലക 98 മുതൽ നടക്കുന്ന പിന്നെ കൊള്ളയാണ് അതിൻ്റെ അകത്ത്. കുംഭകോണത്തെക്കാൾ വലിയ കൊള്ളയെന്നാണ് ഇതിനെക്കുറിച്ച് പലരും പറയുന്നത്. ആ കൊള്ളയിൽ ഇതുവരെ തന്ത്രി അറിഞ്ഞിട്ടില്ല. അയ്യപ്പ വിഗ്രഹം അല്ലെ വാജി വാഹനം കൊണ്ടുപോയത് ഇതുവരെ വച്ചിട്ട് ഇപ്പോ SIT അന്വേഷിച്ചു വന്നപ്പോൾ വാജി വാഹനം കൊണ്ടുവരുന്നു. അത് കോടതി പറഞ്ഞിട്ടാണ് തന്ത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞ് തന്ത്രിയെ പിന്താങ്ങാൻ കുറെ പേർ രംഗത്തെത്തുന്നു. അതിനുശേഷം അവിടുത്തെ മറ്റേ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. ഈ D മണിയെ കുറിച്ച് പിന്നീട് കേൾക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണെന്ന് പറയുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. അതായത് ഈ പോലീസുകാർ ഉൾപ്പെടെ തന്ത്രിയെ കുടുക്കിയെന്നല്ല രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തന്ത്രി ഇങ്ങനെയാണെങ്കിൽ ഇനി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ദേവസ്വത്തിന്റെ പിന്നെ എന്താ പറയുക ഫണ്ടിങ്ങിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ആണ് കൊള്ള നടന്നതെങ്കിൽ ശരി, തന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിവില്ല, അല്ലെങ്കിൽ തന്ത്രിക്ക് ഇടപെടാൻ അവകാശമില്ല, കഴിവില്ല എന്നല്ല അവകാശമില്ല, അങ്ങനെയാണെങ്കിൽ തന്ത്രി അതിൽ ഇടപെടില്ല. പക്ഷേ ശബരിമല അയ്യപ്പന്റെ പിന്നെ അച്ഛനാണ് എന്ന് പറയുന്ന ആളാണ് ഈ തന്ത്രി എന്ന് പറയുന്ന, അങ്ങനെ ഒരു വിശ്വാസത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ആ തന്ത്രിക്ക് ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ കടത്തിക്കൊണ്ട് പോയാൽ പോലും തന്ത്രി അത് അറിഞ്ഞിട്ടില്ല എന്ന് നാളെ പറഞ്ഞാൽ പിന്നെ ഈ തന്ത്രി എങ്ങനെയാണ് വിശ്വസിച്ച് ശബരിമലയിൽ കയറ്റുന്നത്? അപ്പൊ തന്ത്രിയുടെ ജോലി എന്താണ്? വന്നിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങുന്നതാണ്. കൊടിമരം പിന്നെ ഉറുമ്പരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് സിനിമാ നടന്മാരിൽ നിന്ന് വ്യവസായികളിൽ നിന്ന് പണം വാങ്ങി കൊടിമരം കെട്ടലാണോ? അല്ലെങ്കിൽ പിന്നെ ശബരിമലയ്ക്ക് തൊട്ടു ചേർന്നിരിക്കുന്ന ഒരു റൂമിലിരുന്ന് ഭക്തരെ കണ്ട് പണം വാങ്ങുന്നത് എന്താണ് തന്ത്രിയുടെ ജോലി? അപ്പൊ തന്ത്രിയെ വെള്ളപൂശാൻ ഇറങ്ങി തിരിക്കുന്നവർക്ക് അയ്യപ്പനോട് ഒരു സ്നേഹവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുവരെ ഇല്ലാത്ത സ്നേഹം K ബാബുവിനൊക്കെ കുഴൽനാടനുമൊക്കെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ഒരു ആശ്ചര്യം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏത് കള്ളനെ വിശുദ്ധനാക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെ ഇത്തരം ഉളുപ്പില്ലാത്ത നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയ്യപ്പന്റെ സ്വത്ത് അപഹരിച്ചിട്ടുള്ളത് ആരാണോ അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് കൊണ്ട് സർക്കാർ പെരുമാറിയെന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം ഇവിടെ ഭരിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. എന്താ ഈ 10 വർഷക്കാലം തന്ത്രിയെ പൂട്ടാൻ സർക്കാരിന് കഴിവില്ലായിരുന്നോ? ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്തെല്ലാം കേസിൽ തന്ത്രിയെ പൊക്കി അകത്തിടാമായിരുന്നു. ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണെന്ന് ആദ്യം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോയി, പിന്നീട് പല പല ആളുകളിലേക്കും പോയി, പിന്നീടാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. തന്ത്രി ശബരിമലയിൽ ഇനിയും കയറിയാൽ അയ്യപ്പ വിഗ്രഹം വരെ പോകുമോ എന്നുള്ള ഭയം വിശ്വാസികൾക്കുണ്ടെങ്കിൽ തന്ത്രി കണ്ഠൻ രാജീവര് ശബരിമലയിലെ പടി ചവിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഈ തന്ത്രി എന്ന് പറയുന്നത് പിതൃതുല്യനാണ് എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ പിതൃതുല്യനാണ്. അങ്ങനെ പിതൃതുല്യനായ തന്ത്രി ശബരിമലയിൽ നട തുറക്കുമ്പോൾ എല്ലാ ദിവസവും അവിടെ നിൽക്കേണ്ട സാഹചര്യമില്ല. തുറക്കുന്ന ദിവസമോ അല്ലെങ്കിൽ പ്രധാന വിശേഷ ദിവസങ്ങളിലോ മാത്രം മതി. അല്ലാത്ത ദിവസങ്ങളിൽ തന്ത്രി എന്തിനും അവിടെ തന്നെ നിലകൊള്ളുന്നു. അങ്ങനെ നിലകൊള്ളുന്ന തന്ത്രിയെ കാണാനായിട്ട് ഇതര സംസ്ഥാനങ്ങളിലുള്ള വ്യവസായ പ്രമുഖർ, വിശ്വാസികൾ പണമൊക്കെ ആയിട്ട് വരുന്നു, വലിയ സമ്മാനപ്പൊതികളും ഒക്കെ ആയിട്ട് വരുന്നു എന്ന തരത്തിൽ ആരോപണമുണ്ട്. ഈ ആരോപണം ഉണ്ടെങ്കിൽ ആരോപണം നിഷേധിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ തള്ളിക്കളയാവുന്ന രീതിയിൽ തന്ത്രിമാർ നിലപാട് സ്വീകരിക്കണം. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രിയാണെങ്കിലും ഉത്സവം തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ കൊടിയേറുന്ന ദിവസം, ഉത്സവം സമാപിക്കുന്ന ദിവസമൊക്കെ തന്ത്രികൾ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരം തന്ത്രിമാരുടെ ഇടപെടൽ അല്ലെങ്കിൽ തന്ത്രിമാരുടെ നിലപാടൊക്കെ അത് മതിയെങ്കിൽ ശബരിമലയിൽ കൂടുതൽ ദിവസം നിൽക്കുന്നത് അഴിമതി നടത്താൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ആരോപണം ഉണ്ടെങ്കിൽ അതിനിയും പ്രൂവ് ചെയ്യാലോ. ഇനി ഞാൻ അങ്ങനെ നിൽക്കുന്ന കാര്യമില്ല, അങ്ങനെ ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ അവിടെ പ്രത്യേകിച്ച് ദക്ഷിണ മേടിക്കുന്നില്ല, അവർക്ക് പ്രസാദം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിലപാടെടുക്കാം. അങ്ങനെ പറയാൻ തന്ത്രി ഇപ്പോഴും തയ്യാറാകുന്നില്ല. അപ്പൊ തന്ത്രി ഒറ്റപ്പെട്ടു പോയി, തന്ത്രി അപമാനിച്ചു, തന്ത്രി ഭയപ്പാടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആരോപണങ്ങളെല്ലാം തന്നെ തന്ത്രിക്ക് നേരെ ചൂണ്ടുന്ന വിരലുകളാണ്. അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ്. അങ്ങനെയല്ല, സർക്കാർ പറയുന്ന നിലപാടുകളെല്ലാം കള്ളമാണ്, മറ്റുള്ളവരാണ് കള്ളം ചെയ്തത്, തെറ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സർക്കാരിലെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ കൂട്ടുകച്ചവടമായിരുന്നു. തനിക്കതിൽ പങ്കില്ല, താൻ അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്ന് എന്തുകൊണ്ട് തന്ത്രിക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല? അതൊരു വലിയ ചോദ്യം കൂടിയാവും. തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഉത്തരം പറയേണ്ട തന്ത്രിയാണ്. ഉത്തരം പറയാൻ കഴിയാത്തിടം വരെ തന്ത്രി സംശയത്തിന്റെ നിലയിൽ തന്നെയാണ്.
ആരൊക്കെ വെള്ള പൂശാൻ ഇറങ്ങി തിരിച്ചാലും വിശ്വാസികളുടെ മനസ്സിൽ തന്ത്രിക്ക് സംശയത്തിന്റെ നിഴൽ തന്നെയാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.